ഹായ്. നമ്മൾ 4ാം ക്ലാസ്സിലെ നാളത്തെ മാത്സിന്റെ ഓണപ്പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അബാക്കസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട്. ചാനലിലെ വീഡിയോസ് ഒക്കെ കാണുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനലിനോട് തരുന്നതായിരിക്കും. അപ്പൊ ഇതൊന്ന് നോക്കിക്കേ, ഇതിലെന്താണ് ഒരു അബാക്കസ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അബാക്കസ് എന്താന്ന് എല്ലാവർക്കും അറിയോ? നമ്മൾ അബാക്കസിൽ ഇതുപോലെ കുറെ കാലുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാം, ഇത് ഓരോ കാലിൽ നമ്മൾ മുത്തുകൾ ഇങ്ങനെ ഇടും. അതിൽ ഏറ്റവും പിറകിലുള്ള ഈ കാല് നമ്മൾ വൺസിന്റെ പ്ലേസ്, ഒന്നിന്റെ സ്ഥാനത്തുള്ള കാലാണ് നമ്മൾ പറയാം. ഇത് 10ന്റെ പ്ലേസ്. ബാക്കിൽ നിന്ന് രണ്ടാമത്തത് നമ്മൾ 10ന്റെ പ്ലേസുള്ള കാല് എന്നാണ് നമ്മൾ പറയാ. ബാക്കിൽ നിന്ന് മൂന്നാമത്തത് 100ന്റെ പ്ലേസുള്ള കാലാണ്. ബാക്കിൽ നിന്ന് നാലാമത്തത് 1000ന്റെ പ്ലേസുള്ള കാലാണ്. അപ്പൊ ഏറ്റവും പിറകിലുള്ളത് 1, പിന്നെ 10, 10, പിന്നെ 100, 100, പിന്നെ 1000, 1000. അങ്ങനെ 1, 10, 100, 1000, 1, 10, 100, 1000. അങ്ങനെയായിരിക്കും ബാക്കിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കാലുകളുടെ സ്ഥാനത്തിന്റെ പേരുകൾ നമ്മൾ പറയാം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, സ്ഥാനവില, പ്ലേസ് വാല്യൂ നമ്മൾ പറയുന്ന പോലെ അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി നോക്കേ, ഇതിൽ നമ്മൾ 1ന്റെ പ്ലേസിൽ എത്ര മുത്തുകളാട്ടത്? 1, 2, 3, 4, 5 അല്ലെ. അതിന് നമ്മൾ 5 തന്നെയാണ് പറയാ കേട്ടോ. പക്ഷെ 10ന്റെ പ്ലേസിൽ ഒരു മുത്തിട്ട് കഴിഞ്ഞാല് ഇവിടെ എത്ര മുത്താണുള്ളത്? ഒരു മുത്ത്. എന്തിന്റെ പ്ലേസിലാ? 10ന്റെ പ്ലേസിലാണ്. 10ന്റെ പ്ലേസിൽ ഒരു മുത്ത് വന്നു കഴിഞ്ഞാല് നമ്മളത് 1 എന്നല്ല പറയാ. 10ന് എത്ര പൂജ്യമാണ്? ഒരു പൂജ്യം അല്ലേ. അപ്പൊ 10ന്റെ പ്ലേസിൽ ഒരു മുത്തിട്ട് കഴിഞ്ഞാല് എത്ര മുത്താണത്? ഒരു മുത്ത്. 10ന്റെ പ്ലേസിലാണല്ലോ, 10ന് ഒരു പൂജ്യം ഉണ്ടല്ലോ അല്ലേ. ഒരു പൂജ്യം എന്ന നമ്പറാണ് 10. അപ്പൊ 10ന്റെ പ്ലേസിലാണ് ഒരു മുത്തിട്ട് എന്നുണ്ടെങ്കിൽ എത്ര മുത്തുണ്ടോ ആ എണ്ണത്തിന്റെ കൂടെ 10ന് എത്ര പൂജ്യം ഉണ്ട്? ഒരു പൂജ്യം അല്ലേ. ആ പൂജ്യം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അതായത് 10ന്റെ പ്ലേസിൽ ഒരു മുത്തിട്ട് കഴിഞ്ഞാല് നമ്മൾ 10 എന്നാണ് വിളിക്കുക, 10 എന്നാണ് വിളിക്കുക. അപ്പൊ 2 മുത്തിട്ടാലോ? അപ്പൊ 2ന്റെ ബാക്കിൽ ഒരു പൂജ്യം, അതായത് 20 എന്നാണ് നമ്മൾ വിളിക്കുക. 10ന്റെ പ്ലേസിൽ 2 മുത്ത് വന്നാൽ 20 നമ്മൾ വിളിക്കണം. അങ്ങനെയാണെങ്കിൽ 100ന്റെ പ്ലേസിൽ 2 മുത്തുണ്ടല്ലോ ഇവിടെ. ഇത് നമ്മൾ എന്താ വിളിക്കുക? 100ന്റെ പ്ലേസിൽ എത്ര മുത്തുകളാണത്? 2 മുത്ത്. 100 എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ 100. 100 എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ 100 ഇല്ലേ. 100 2 പൂജ്യമുള്ള നമ്പർ ആണ്. അപ്പൊ 100 എന്ന് പറയുന്ന പ്ലേസ് 2 മുത്തിട്ടാല് നമ്മളിത് 2 തന്നെയല്ല വായിക്കുക, 2 തന്നെയല്ല വായിക്കുക. 100ന്റെ പ്ലേസിലാണല്ലോ, 100ന്റെ സ്ഥാനത്താണല്ലോ 2 മുത്തിട്ടത്. 100ന് എത്ര പൂജ്യ? 2 പൂജ്യം. അപ്പൊ 2 പൂജ്യം കൂടെ ബാക്കിൽ ഇട്ട് കൊടുക്കണം. 100ന്റെ പ്ലേസിൽ 2 മുത്തിട്ടാൽ നമ്മള് 200 എന്നാണ് വിളിക്കുക. അപ്പൊ 2 അതിന്റെ ബാക്കിൽ 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്തത്? കാരണം 100ന്റെ പ്ലേസിലാണ്. 100ന്റെ പ്ലേസിൽ നമ്മൾ മുത്തുകൾ ഇട്ട് കഴിഞ്ഞാൽ 100ന് 2 പൂജ്യമാണല്ലോ. അപ്പൊ അവിടെ ഉള്ള മുത്തുകളെ എണ്ണത്തിന്റെ കൂടെ നമ്മൾ 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് നിങ്ങൾ പറ 1000ന്റെ പ്ലേസിൽ ഇതിവിടെ 4 മുത്തുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന് എങ്ങനെയാണ് പറയാ? 1000ന്റെ പ്ലേസിൽ 4 മുത്തുകളാണുള്ളത്. 1000ന്റെ പ്ലേസിലാണ് മുത്തുകൾ ഉള്ളത്. 1000ന്റെ സ്ഥാനത്താണ് ഇവിടെ മുത്തുകൾ ഉള്ളത്, 4 എണ്ണം അല്ലെ. 1000ന്റെ സ്ഥാനത്തുള്ള മുത്തുകളെ എണ്ണത്തിന്റെ കൂടെ നമ്മൾ എത്ര പൂജ്യമായിരിക്കും ഇട്ട് കൊടുക്കേണ്ടത്? 1000 എന്ന് വെച്ചാൽ 3 പൂജ്യമുള്ള നമ്പറാണ്. 1000 എന്ന് വെച്ചാൽ 3 പൂജ്യങ്ങളുള്ള നമ്പറാണ്. അപ്പൊ 1000ന്റെ സ്ഥാനത്ത് 4 മുത്തുകൾ ഉണ്ടെങ്കിൽ നമ്മൾ 4ന്റെ കൂടെ 3 പൂജ്യങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം. കാരണം 1000ന്റെ സ്ഥാനത്താണ്, 1000ന്റെ പ്ലേസിലാണ് 4 മുത്തുകൾ ഉള്ളത് അല്ലേ. 1000 എന്ന് വെച്ചാൽ 3 പൂജ്യമുള്ള നമ്പർ ആണല്ലോ. അപ്പൊ അവിടെ 4 മുത്തുകൾ വന്നാല് ആ 4ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 3 പൂജ്യം ഇട്ട് കൊടുക്കണം. എന്തുകൊണ്ടാണ് 3 പൂജ്യം തന്നെ ഇട്ട് കൊടുത്തത്? കാരണം ഇത് 1000ന്റെ പ്ലേസിലാണ്, 1000ന്റെ സ്ഥാനത്താണ്. 1000ന് 3 പൂജ്യം ഉണ്ട്. അപ്പൊ 1000ന്റെ പ്ലേസിൽ വരുന്ന നമ്പറിന്റെ കൂടെ നമ്മൾ 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കണം. 100ന്റെ കൂടെ 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കണം. 10ന്റെ കൂടെ 1 പൂജ്യം ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അപ്പൊ 10ന്റെ കൂടെ 10ന്റെ സ്ഥാനത്ത് എത്ര മുത്തുകൾ ഉണ്ടോ ആ എണ്ണത്തിന്റെ കൂടെ 1 പൂജ്യം ഇട്ട് കൊടുക്കണം. 100ന്റെ സ്ഥാനത്ത് എത്ര മുത്തുകൾ ഉണ്ടോ ആ എണ്ണത്തിന്റെ കൂടെ 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കണം. 1000ന്റെ സ്ഥാനത്ത് എത്ര മുത്തുകൾ ഉണ്ടോ ആ എണ്ണത്തിന്റെ കൂടെ 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കണം. ഇതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ അബാക്കസിൽ കാണുന്ന നമ്പർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ നമ്മൾ ഈ അബാക്കസിൽ കാണുന്ന നമ്പർ? 4200, 10 5 ചേർന്നാലുള്ള നമ്പർ.
ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്താ വരിക? 4 ഇതില് 2 പിന്നെ ഈ അബാക്കസിന്റെ ഈ കോളത്തില് 1 മുത്ത്, ഈ കോളത്തില് 5 മുത്ത് അല്ലെ. 4200 10 5 ചേർന്നാല് 4215 എന്നാണ് നമ്മൾ വിളിക്കുക. ഇതാണ് ഇപ്പൊ ഈ അബാക്കസിൽ കാണുന്ന നമ്പർ. ഇതിൽ 4 മുത്തുകളുണ്ട്, ഇതിൽ 2 മുത്തുകളുണ്ട്, ഇതിൽ 1 മുത്താണുള്ളത്, ഇതിൽ 5 മുത്താണുള്ളത്. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 4215 ആണ്. അത് ഓരോന്ന് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ വായിക്കുക? നമ്മൾ 1000ന്റെ പ്ലേസിൽ 4 മുത്ത് വന്നാൽ നമ്മൾ 4000 എന്ന് വായിക്കും. 100ന്റെ പ്ലേസിൽ 2 മുത്ത് വന്നാൽ 200, 10ന്റെ പ്ലേസിൽ മുത്ത് വന്നാൽ 10, പിന്നെ 1ന്റെ പ്ലേസിൽ 5 മുത്ത് വന്നാൽ 1ന്റെ പ്ലേസിൽ എന്താണുള്ളത് അതുപോലെ എഴുതിയാൽ മതി. 5 മുത്താണെങ്കിൽ 5. അപ്പൊ 4215 ആണ് ഇതിൽ കാണുന്ന നമ്പർ. അത് 4000ഉം 200ഉം 10ഉം 5ഉം ചേർന്നാണ് നമ്പറാണ്. അങ്ങനെ നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വേറെ ചോദ്യം തരാൻ വേണ്ടി പോവാണേ. നമുക്ക് ഈ 4000ഉം 200ഉം 10ഉം 5ഉം കൂട്ടിയാൽ എന്താ കിട്ടുക? അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടാൻ എല്ലാവർക്കും അറിയാലേ. 4000ഉം 200ഉം 10ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്താ കിട്ടുക? നമ്മൾ നേരത്തെ കിട്ടിയിട്ടുള്ള നമ്പർ 4215 തന്നെ കിട്ടും. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാല് 0യും 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 5ഉം കൂട്ടിയാല് 5, അതുപോലെ തന്നെ 5, അതുപോലെ തന്നെ 0യും 0യും 1ഉം കൂട്ടിയാല് 1, അതുപോലെ 0യും 2ഉം കൂട്ടിയാല് 2. ഈ 4ന്റെ കൂടെ കൂട്ടാൻ ആരുമില്ല അല്ലെ. താഴോട്ട് ആ 4 ഇറക്കി ചെയ്താൽ എന്ത് കിട്ടും? 4215 കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്താണ്? 4215. അതാണ് ഈ അബാക്കസിൽ കാണുന്ന നമ്പർ നമുക്ക് പറയാം. സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ അബാക്കസിൽ കാണുന്ന നമ്പർ എന്താണ്? ഇവിടെ 1ന്റെ പ്ലേസിൽ ആരുമില്ല, അപ്പൊ അവിടെ 0 കൊടുക്കുക. 10ന്റെ പ്ലേസിൽ എന്താ? ആരുമില്ല അല്ലെ, അപ്പൊ അവിടെ 0 കൊടുക്കുക. ആരുമില്ലെങ്കിൽ 0 കൊടുത്താൽ മതി കേട്ടോ. 100ന്റെ പ്ലേസിൽ എന്താണ്? 2 മുത്തുകളുണ്ട്. എത്ര മുത്തുകളാ? 2 മുത്തുകള്. എന്തിന്റെ പ്ലേസിലാ? 100ന്റെ പ്ലേസിലാണ്. അപ്പൊ 100ന്റെ പ്ലേസിൽ മുത്തുകൾ ഉണ്ടെങ്കിൽ എത്ര മുത്തുകളാണ് ഉള്ളത് ആ എണ്ണം എഴുതുക. 100ന്റെ പ്ലേസിലാണെങ്കിൽ 100ന് 2 0 ഉണ്ട്, 2 0 ആ എണ്ണത്തിന്റെ ബാക്കിൽ ഇട്ട് കൊടുക്കുക അല്ലെ. 100ന്റെ പ്ലേസിൽ 2 മുത്തുകൾ വന്നാൽ 200 നമ്മൾ വായിക്കേണ്ടത്. അപ്പൊ 1000ന്റെ പ്ലേസിൽ 4 മുത്തുകൾ ഉണ്ടല്ലോ ഇവിടെ. ഇത് നമ്മൾ വായിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് വായിക്കുക? 1000ന്റെ പ്ലേസിൽ 4 മുത്തുകൾ വന്നാൽ 4 എഴുതും. 1000ന്റെ പ്ലേസിലാണല്ലോ വരുന്നത്. 1000ന് 3 0 ഉള്ള നമ്പറാണ് 1000. അപ്പൊ അതിന് ബാക്കിൽ 3 0 ഇട്ട് കൊടുക്കണം. അപ്പൊ 1000ന്റെ പ്ലേസിൽ 4 മുത്തുകൾ വന്നാല് 4000. 100ന്റെ പ്ലേസിൽ 2 മുത്തുകൾ വന്നാല് 200. ഇതിന്റെ 2ന്റെ പ്ലേസിൽ എന്താ? മുത്തുകൾ ഇല്ല. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്താ വായിക്കുക? 4000ഉം 200ഉം കൂടെ കൂട്ടിയാൽ മതി അല്ലെ. 4000ഉം 200ഉം കൂടെ കൂട്ടിയാൽ മതി. ബാക്കിയുള്ളത് പൂജ്യങ്ങളാണ്, കൂട്ടേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ കൂട്ടിയാൽ എന്താ? നമുക്ക് 4200 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഈ അബാക്കസിലുള്ളത് 4200 ആണെന്നുള്ള കാര്യം നമുക്ക് പറയാം അല്ലെ. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 0. 4200 തന്നെ നമുക്ക് അങ്ങനെ നോക്കിയാലും കിട്ടും. പക്ഷെ ഇങ്ങനെ നോക്കാൻ വേണ്ടി പഠിക്കുക. കാരണം ഇത് വെച്ചിട്ടാണ് എക്സാമിന് ചോദ്യങ്ങൾ വരിക കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയാണ് ഇതിന് ചോദ്യം വരിക എന്ന് കൂടെ അറിയണം അല്ലെ. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. ഇതിൽ എന്താ പറഞ്ഞത്? അബാക്കസിലെ 1000ന്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് 10ന്റെ സ്ഥാനത്തിടുക, അപ്പോൾ കിട്ടിയ സംഖ്യ എന്താണ്? ഇതിൽ 1000ന്റെ പ്ലേസിൽ നിന്ന് ഒരു മുത്തെടുത്തിട്ട് നമ്മൾ 10ന്റെ പ്ലേസിലോട്ട് ഇടാനാ പറഞ്ഞത്. 10ന്റെ പ്ലേസിൽ ഏതാ? ഏറ്റവും ബാക്കിൽ 1, ബാക്കിൽ നിന്ന് രണ്ടാമത്തതാണ് 10 അല്ലേ. 10 കഴിഞ്ഞാൽ 100, 100 കഴിഞ്ഞാലാണ് 1000. അപ്പൊ 1000ന്റെ അവിടെ നിന്ന് 10ന്റെ പ്ലേസിലോട്ട്, 1000ന്റെ അവിടെ നിന്ന് 10ന്റെ സ്ഥാനത്തോട്ട് ഒരു മുത്തിടാനാ പറഞ്ഞത്. ഇവിടെ 1000ന്റെ അവിടെ എത്ര മുത്തുകളുണ്ട്? 1 2 3 4 4 മുത്തുകളുണ്ട് അല്ലേ. മാഷി ഇവിടെ മാറ്റി വരയ്ക്കുക. 1000ന്റെ സ്ഥാനത്ത് 4 മുത്തുകളുള്ള ചിത്രമാണ് നമുക്ക് തരുന്നത്. നമ്മളോട് എന്താ പറഞ്ഞത്? ആ 1000ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്തിട്ട് 10ന്റെ സ്ഥാനത്തിടാൻ വേണ്ടിയിട്ട്. പിറകുന്ന രണ്ടാമത്താണ് 10ന്റെ സ്ഥാനം അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ കിട്ടുന്ന നമ്പർ ഏതാണ് ആ ചോദ്യം. ഇവിടെ എന്താണ്? നമ്മളെ 1ന്റെ പ്ലേസിൽ നമ്പർ ഒന്നുമില്ല, മുത്തുകളൊന്നുമില്ല. അപ്പൊ അവിടെ 0. 10ന്റെ പ്ലേസിൽ എന്താ? ഒരു മുത്തുണ്ട് അല്ലെ. കാരണം നമ്മൾ 1000ന്റെ സ്ഥാനത്ത് ഒരു മുത്ത് എടുത്തിട്ട് 10ന്റെ പ്ലേസിലോട്ട് ഇട്ടു. അപ്പൊ ഇവിടെ ഒരു മുത്തുണ്ട് അല്ലെ. 10ന്റെ പ്ലേസിൽ ഒരു മുത്ത് വന്നാൽ നമ്മൾ ഇതിനെന്താ വായിക്കുക? ഒരു മുത്താണുള്ളത്, 10ന്റെ പ്ലേസിലാണുള്ളത് അല്ലെ. പറയുന്നത് രണ്ടാമത്തെ സ്ഥാനത്താണത്. 10ന്റെ പ്ലേസിൽ ഒരു മുത്ത് വന്നാല് നമ്മൾ എന്താ? ഒരു 0 ഇട്ട് കൊടുക്കണം. കാരണം 10ന്റെ പ്ലേസിലാണ് വരുന്നതെങ്കിൽ ഒരു 0 കൂടെ അധികം ഇട്ട് കൊടുക്കണം. കാരണം 10 എന്ന് വെച്ചൊരു 0 നമ്പറാണ് നേരത്തെ പറഞ്ഞു അല്ലെ. അതുപോലെ 100ന്റെ പ്ലേസിൽ ഇവിടെ മുത്തുകളൊന്നുമില്ല. അപ്പൊ 0 എഴുതുക. 1000ന്റെ സ്ഥാനത്താണ് 1000ന്റെ പ്ലേസിലാണെങ്കിലോ 3 മുത്തുകളുണ്ട് അല്ലെ. 1000ന്റെ പ്ലേസിൽ 3 മുത്തുകളുണ്ട്. 1000ന്റെ പ്ലേസിലാണ് 3 മുത്തുകൾ ഉള്ളത്.
അപ്പൊ മുത്തുകൾ 3 അതിന്റെ ബാക്കിൽ എന്താ എത്ര പൂജ്യം കൊടുക്കേണ്ടത്? അത് 1000ന്റെ പ്ലേറ്റ് ആണെങ്കിൽ 1000 എന്ന് വെച്ചാൽ 3 പൂജ്യമുള്ള നമ്പർ ആണ്. അപ്പൊ അതിന്റെ ബാക്കിൽ 3 പൂജ്യങ്ങളും കൂടി ഇട്ട് കൊടുക്കണം. 1000ന്റെ പ്ലേറ്റിൽ 3 മുത്തുകൾ വന്നു കഴിഞ്ഞാൽ അത് 3000 3000 എന്നാണ് വായിക്കുക അല്ലെ. 1000ന്റെ സ്ഥാനത്ത് 3 മുത്തുകൾ വന്നാൽ അത് 3000 ആണ്. 1000ന്റെ പ്ലേറ്റിൽ 3 മുത്തുകൾ വന്നാൽ 3 മുത്തുകൾ വന്നാൽ അത് 3000 ആണ് അല്ലേ. അപ്പൊ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കിട്ടിയ നമ്പർ ഏതാ? നമ്മളെന്താ ഇവിടെ 4 മുത്തുകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു മുത്ത് എടുത്തിട്ട് 10ന്റെ പ്ലേറ്റിലോട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ 3 മുത്തായി, ഇവിടെ 1 മുത്തായി. അപ്പൊ 3000 ഉണ്ട്, പിന്നെ 0 10 0 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് നമ്പറാണ് കിട്ടുക? എനിക്ക് ഇനി പെട്ടെന്ന് പറയാലോ. 3000 ഉണ്ട്, ഇവിടെ ഒന്നും നമ്പറുകളില്ല, ഒരു 10 ഉണ്ട് അല്ലേ. 3000 10 മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ 0 ആണ്. 3000 10 കൂട്ടിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? 3010 നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന നമ്പർ അല്ലേ. അങ്ങനെയാണ് ഇപ്പൊ അബാക്കസിലുള്ളത് 3010. 3010 ആണ് നമ്മുടെ അബാക്കസിലുള്ളത് നമുക്ക് പറയാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നുള്ളൂ. ഇതിൽ 3 മുത്തുകള്, ഇതിൽ മുത്തില്ല, ഇതിലൊരു മുത്ത്, ഇതിൽ 0 മുത്ത്. 3010. ഈ 3010 എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 3000ഉം 10ഉം ആണ് ഇപ്പൊ അബാക്കസിൽ ഉള്ളത്. 3000ഉം 10ഉം ചേർന്നാല് 3010. അപ്പൊ ഇങ്ങനെ പറയാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം എക്സാമിൽ നമുക്ക് അബാക്കസ് തരണം എന്നൊന്നും ഇല്ല. ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചോദിക്കും 3000ഉം അതുപോലെ തന്നെ 110ഉം ചേർന്നാൽ എന്താണ്? ഇങ്ങനെയൊക്കെ നമ്മളോട് എക്സാമിൽ ചോദിക്കും. ഇതെന്താണ്? അബാക്കസില് 1000ന്റെ പ്ലേസിൽ 3 മുത്തുകളും 10ന്റെ പ്ലേസിൽ 1 മുത്തും എന്നാൽ എന്താണോ അത് തന്നെയാണ് ഈ സംഭവം. 1000ന്റെ പ്ലേസിൽ 3 മുത്തുകൾ വന്നാൽ 3 മുത്തുകൾ വന്നാൽ എന്താ? 3000 ആണ്. 10ന്റെ പ്ലേസിൽ 1 മുത്ത് വന്നാൽ എന്താണ്? അത് 10 ആണ്. അപ്പൊ രണ്ടും കൂടെ ചേർന്നാൽ എന്താ? 3000ഉം 10ഉം ചേർന്നാൽ 3010. 3010 ചേർന്നാൽ 3010 അല്ലെ. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ ഈ അബാക്കസിലുള്ള ഈ ചിത്രം. ഇതിന്റെ അബാക്കസിന്റെ ചിത്ര രൂപമാണിത്. അതുപോലെ ഇത് നമുക്ക് ഈ രൂപത്തിൽ എക്സാമിന് തരും കേട്ടോ. അപ്പൊ ഇത് ചെയ്യുന്ന രൂപം നമ്മൾ വേറെ വീഡിയോ ആയിട്ട് കൂടെ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണുക. പിന്നെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടുകളൊക്കെ എനിക്ക് മാഷ് അയച്ചു തരുന്നുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ആയിരിക്കും അയച്ചുതരാ. ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഈ വേഗം വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തുകൊണ്ടു. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ലിങ്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്നാമതായിട്ടുള്ള കമന്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് കാണാൻ വേണ്ടി കഴിയും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ് 4 ആൻഡ് LSS നോട്ട്സ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ഗ്രൂപ്പിലോട്ട് 4ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. 4ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ബട്ടൺ ആട്ടോ, ഫ്രീ ആണ്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും എല്ലാ വീഡിയോസും ഈ ചാനലിൽ കാണുക. പക്ഷെ തൽക്കാലം പോവാണ്. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ചെയ്താട്ടോ. ബൈ ബൈ.